14ാമത് KCBC പ്രൊഫഷണൽ നാടകമേള പാലാരിവട്ടം POC ഓഡിറ്റോറിയത്തിൽ KCBC പ്രസിഡന്റ് കർദിനാൾ ബാർബേസിലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളോടുള്ള ആഭിമുഖ്യം വളർത്താൻ കലകളെ ഉപയോഗപ്പെടുത്തണമെന്ന് കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടു. കൊച്ചി മേയർ M. അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിരവധി പേർ സംസാരിച്ചു. KCBC മീഡിയ ഐക്കൺ അവാർഡ് ഡോക്ടർ വർഗീസ് മൂലന് കർദിനാൾ മാർ ക്ലീമിസ് ബാവ സമ്മാനിച്ചു. 9 മത്സര നാടകങ്ങളും ഒരു പ്രദർശന നാടകവും ഉൾപ്പെടെയാണ് ഇത്തവണത്തെ നാടകമേള. തമിഴ്നാട്ടിലുള്ള ശിവഗംഗ രൂപതയുടെ പുതിയ ഇടയനായി മധുര അതിരൂപതാംഗമായ ഫാദർ ലൂർദു ആനന്ദത്തെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു. മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട മോൺസിഞ്ഞൂർ ലൂർദ് ആനന്ദം 1958 ഓഗസ്റ്റ് 15 ശിവഗംഗ രൂപതയിൽ ജനിച്ച് മധുരയിലെ അരുൾ ആനന്ദർ കോളേജിൽ ഫിലോസഫിയും തിരുച്ചിറപ്പള്ളിയിലെ സെന്റ് പോൾസ് സെമിനാരിയിൽ ദൈവശാസ്ത്രവും പഠിച്ചു. പിന്നീട് ആൽബർട്ട് ലുഡിംഗ് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രൈബർഗിൽ നിന്ന് സിസ്റ്റമാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടി. 1986 ഏപ്രിലിൽ മധുര അതിരൂപതയിൽ വൈദികനായി അഭിഷിക്തനായ അദ്ദേഹം മധുര അതിരൂപതയിലെ വിവിധ ഇടവകളിൽ വികാരിയായും സ്ഥാപനങ്ങളുടെ മേധാവിയായും സെമിനാരി റക്ടറായും സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ ഹോളി റോസറി ഇടവക വികാരിയായിരിക്കവെയാണ് മെത്രാനായി നിയമിതനായിരിക്കുന്നത്. മാനവ കേന്ദ്രീകൃതമായ സുസ്ഥിര വികസനം ഉറപ്പുവരുത്തണമെന്ന് ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലാഗർ. പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങാതെ സുസ്ഥിര ലോകത്തിനായി പ്രായോഗികമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാനുള്ള ആഹ്വാനമാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ ന്യൂയോർക്കിൽ നടന്ന സുസ്ഥിര വികസനത്തെക്കുറിച്ചുള്ള ഉന്നതതല യോഗത്തിൽ സംസാരിക്കവെ നടത്തിയത്. വിദേശ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സംഘടനകൾക്കുമായുള്ള വത്തിക്കാൻ കാര്യദർശി കൂടിയാണ് ആർച്ച് ബിഷപ്പ് ഗല്ലാഗർ. താൻ ജെറുസലേമിന്റെ ശബ്ദമാകാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രാധാന്യമേറിയ ഉത്തരവാദിത്തത്തെക്കുറിച്ച് താൻ ബോധവാനാണെന്നും മാതൃസഭയുടെ ഹൃദയമായ ജെറുസലേമിനെയാണ് താൻ പ്രതിനിധീകരിക്കുന്നതെന്നും നിയുക്ത കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസപ്പല്ല. സെപ്റ്റംബർ 30 റോമിൽ വെച്ച് നടക്കുന്ന കൺസിസ്റ്ററിയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര മറവി രോഗ ദിനമായ സെപ്റ്റംബർ 21 തീയതി രോഗബാധിതർക്ക് തന്റെ പ്രാർത്ഥനകളും സാമീപ്യവും അറിയിച്ച് ഫ്രാൻസിസ് പാപ്പ. ട്വിറ്റർ സന്ദേശത്തിലൂടെയാണ് പാപ്പ മറവി രോഗം മൂലം ക്ലേശിക്കുന്നവർക്ക് തന്റെ പിന്തുണ അറിയിച്ചത്. അന്താരാഷ്ട്ര മറവി രോഗ ദിനത്തിൽ ഈ രോഗം ബാധിച്ച എല്ലാ ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരെ പരിപാലിക്കുന്നവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ കുറിച്ചു. രോഗബാധിതരായ സഹോദരങ്ങൾക്കും ഈ അവസ്ഥയിൽ വിഷമം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്കും അവരെ പരിപാലിക്കുന്ന സഹോദരങ്ങൾക്കും ഫ്രാൻസിസ് പാപ്പ തന്റെ പ്രാർത്ഥനാപൂർവമായ സാമീപ്യം ഉറപ്പു നൽകി. വത്തിക്കാന്റെ ഔദ്യോഗിക സ്പോർട്സ് അസോസിയേഷനായ അത്ലറ്റിക്ക വത്തിക്കാനയുടെ പുതിയ സ്പോർട്സ് ഹൌസ് പ്രവർത്തനം ആരംഭിച്ചു. വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനുമായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് ജോസ് ടോളന്റിനോ ഡി മെൻഡോസയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്.